നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വ്ളോഗാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ ഞാനൊരു ഭയങ്കര ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു. ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ ദിസ് ഇൻഫർമേഷൻ. ഐ തോട്ട് ദിസ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു ഗൈസ് ഓൾസോ. ഹൂവർ ഡൽഹിയിൽ നാട്ടിൽ നിന്ന് വന്നവരുണ്ടോ, അവർ ഡ്രൈവിംഗ് ലൈസൻസ് ട്രൈ ചെയ്യുന്നവരുണ്ടോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വ്ളോഗ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് മീ ടെൽ യു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന്. ഞാൻ ഓവർ 40 ഇയേഴ്സ് ആയതുകൊണ്ട് എനിക്കൊരു എക്സ്ട്രാ ഡോക്യുമെൻ്റ് വേണ്ടി വന്നു. പ്ലസ് വേറൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ 2 എക്സ്ട്രാ ഡോക്യുമെൻ്റ് എനിക്ക് വേണ്ടി വന്നു. ഒന്ന് ഓവർ 40 ആയതുകൊണ്ട്, പിന്നെ ബാക്കിയൊക്കെ നോർമൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കണ്ട എൻ്റെ ഫുള്ള് ഡോക്യുമെൻറ്റ്സ് ഞാൻ ഇന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് ദിവസം പോയി. അത്രയും ഞാൻ ഓടിച്ചാടി കറങ്ങി വന്നു. കാരണം ഇതൊന്നും ഇൻഫർമേഷനൊന്നും ഈവൻ വെബ്സൈറ്റിൽ വരെ ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. പക്ഷെ ഓരോന്നോരോന്ന് സെർച്ച് ചെയ്ത് ഇങ്ങനെ ഓരോരോ വീഡിയോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ പരിപാടികളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പിന്നെ താങ്ക്സ് ടു എ ഐ കാരണം പല നമ്മൾക്ക് ഇൻഫർമേഷൻസ് ഇപ്പോൾ ശരിക്കും കിട്ടാറുമുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾക്ക് നമ്മളുടെ ലേണേഴ്സ് ലൈസൻസ് വേണം. അത് നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഡൽഹിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാതും ഓൺലൈനാണ്. അപ്പോൾ നമ്മൾ പറയണതിനെ ഫോം 3 എന്നാണ്. ഇതാണ് ലേണേഴ്സ് ലൈസൻസ്. അത് ഞാൻ കളറായിട്ടാണ് കോപ്പി എടുത്തത്. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം, പക്ഷേ കളറാണ് നല്ലത് എടുക്കുന്നത്. അപ്പോൾ ഫോം 3 ലേണേഴ്സ് ലൈസൻസ് ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് CMV ഫോം 1. ഇതാണ് CMV ഫോം 1. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്ന ഡേറ്റിൻ്റെ അന്ന് നമ്മൾ ഓൺലൈൻ ചെന്നിട്ട് നമ്മുടെ ഡേറ്റ് എടുക്കാം, ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നാളെ 5-ാം തീയതി. അപ്പോൾ ആ ഡേറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പ്ലസ് അവർ തന്നെ സമയം നമ്മൾക്ക് അലോട്ട് തരും, ലോട്ട്സ് തരും. ആ ലോട്ട്സിൽ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ നാളെ രാവിലെ 10:30 മുതൽ 12:30 വരെയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കാറിൻ്റെ ഉണ്ട്, ബൈക്കിൻ്റെ ഉണ്ട്. അപ്പം രണ്ടെണ്ണത്തിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, ഓരോ മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട്. അപ്പോൾ CMV ഫോം ഉണ്ട്, നിങ്ങളുടെ ബേസിക്കലി ഫുൾ ഡീറ്റെയിൽസും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഡിക്ലറേഷൻ ഉണ്ട് അതിൽ, യെസ് നോ എന്നുള്ളത്. ഇതിപ്പോൾ എനിക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഡിക്ലറേഷൻ നിങ്ങൾ ബേസിക്കലി ഫില്ല് ചെയ്യേണ്ടി വരും. അത് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാണ്, അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നെറ്റിൽ കുറേ ആൾക്കാരെ. ഇത് കാരണം അവർ നിങ്ങൾക്ക് സമയം തരില്ല. കാരണം എല്ലാതും ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് ടൈം അനുസരിച്ചിട്ടാണ് അവർ ഇത് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് പോകണം. ഇത് ഓൾറെഡി നമ്മുടെ സിഗ്നേച്ചർ ഇതിലുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ സിഗ്നേച്ചർ വേണ്ടി ആവശ്യമില്ല. നമ്മൾ ആദ്യം കണ്ട ഫോം വിച്ച് ഈസ് ഫോം 3, അതിൽ സിഗ്നേച്ചറിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, നമ്മുടെ ഇതാണ് ലേണേഴ്സ് ലൈസൻസ് ആണ്. അപ്പോൾ ഇതിൽ സിഗ്നേച്ചറിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഇതിൽ ഓൾറെഡി നമ്മളുടെ സിഗ്നേച്ചർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ഫോം 2. ഫോം 2ൽ നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഏതൊക്കെ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റേത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ MCWG. പിന്നെ ഉള്ളത് ഇഷ്യൂ ഓഫ് ന്യൂ ഡ്രൈവിംഗ് ലൈസൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് വേറെ എന്തായിരുന്നു, ഒരു മിനിറ്റ് കേട്ടോ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആസ് നോൺ ട്രാൻസ്പോർട്ട് LMV NTV. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് കണ്ട, അതിൽ ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ. പ്ലസ് അത് ഇഷ്യൂ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് അത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഈ ലൈസൻസ് കിട്ടില്ല, ലേണേഴ്സ് ലൈസൻസ് കിട്ടില്ലേ. ഈ ലേണേഴ്സ് ലൈസൻസ് നമ്മൾക്ക് കിട്ടുമ്പോൾ ഓൺലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ലേണേഴ്സ് ലൈസൻസ് നമ്മൾക്ക് കോപ്പി കിട്ടും. അപ്പോൾ ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു. സോ ഐ എം ട്രൈങ് ടു ഹെൽപ്പ് യു വിത്ത് ദിസ് ഇഫ് യു ആർ ഗോയിങ് ടു ട്രൈ ഹിയർ. അപ്പോൾ ലേണേഴ്സ് ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ ഈ ലേണേഴ്സ് ലൈസൻസിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഈ ലേണേഴ്സ് ലൈസൻസിൻ്റെ നമ്പർ വെച്ചിട്ട്, ഇപ്പോൾ ഇതിൽ എൻ്റെ ലേണേഴ്സ് ലൈസൻസ് നമ്പർ ഉണ്ട് കണ്ട, ഈ നമ്പർ വെച്ചിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ എനിക്ക് എടുക്കണം ടു അപ്ലൈ ഫോർ ദി ഡ്രൈവിംഗ് ടെസ്റ്റ്. മനസ്സിലായില്ല? അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ അതിൽ വർക്ക് ചെയ്യില്ല. ആ പുതിയ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് ഇത് കിട്ടുള്ളൂ, സ്ലോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് കരുതാം. ഓക്കെ, മനസ്സിൽ വയ്ക്കാതെ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫോം 2മായി ഇപ്പോൾ 1, 2, 3 പേജ് നമ്മളുടെ കഴിഞ്ഞു. ഈ ഫോം 2ൽ 1, 2, 3,
4 പേജ് ഉണ്ടാവും. അതിൽ കുറേ ഒഫീഷ്യൽ യൂസിനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ള പേജസ് നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഏതെങ്കിലും ഒരു പേജ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങൾക്ക് സമ്മതിക്കില്ല. 5 പേജ് ഉണ്ട്. 1 2 3 4 5 പേജ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ 5 പേജ് ഉണ്ട്. അപ്പോൾ 5 പേജും കൂടി നിങ്ങൾ സ്റ്റെപ്പിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു CMB ഫോം 1, സെക്കൻഡ് നമ്മളുടെ ആദ്യത്തെ നമ്മളുടെ ആയിരുന്നു ലേണേഴ്സ് ലൈസൻസ്, പിന്നെ CMB ഫോം 1, പിന്നെ ഫോം 2. പിന്നെ നമ്മുടെ 4ാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ റെസീറ്റ് കിട്ടും. അപ്പോൾ ഞാൻ 2 ടെസ്റ്റിന് എടുത്തിട്ട് അതിന് 400 രൂപയായി. ആ റെസീറ്റും നമ്മൾ കയ്യിൽ വെക്കണം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ റെസീറ്റും വയ്ക്കാം നിങ്ങളുടെ. ഓക്കെ, പിന്നെ പ്രൊവിഷണൽ അപ്പോയിൻമെൻറ്റ് ഫോർ ഡ്രൈവിംഗ് സ്കിൽ, ഈ ഒരു പേപ്പറും കൂടി കിട്ടും നമ്മൾക്ക്. നമ്മളിതൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന പേപ്പേഴ്സ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. നമ്മൾക്ക് PDF-ൻ്റെ ഫോർമാറ്റിൽ ഓൺലൈനിൽ കിട്ടാറ്, പക്ഷേ നമ്മളിത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപ്പോൾ നമ്മൾക്ക് PDF ഫോർമാറ്റ് ഓൺലൈനിൽ കിട്ടുന്നത് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇതിലെൻ്റെ ക്ലാസ്സിൻ്റെ ടൈമിങ്ങും ഡേറ്റും തന്നിട്ടുണ്ട്. കണ്ട, ടെസ്റ്റ് ഷെഡ്യൂൾ എൻ്റെ എഴുതിയിട്ടുണ്ട് ഇവിടെ. 5/6/2025, ടൈം 11:30 രാവിലെ 2 വീലറിൻ്റെ, പിന്നെ 4 വീലറിൻ്റെ എൻ്റെ 10:30 രാവിലെ. അപ്പോൾ 10:30ക്കാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ടെസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ഹാവ് ടു ഗോ. പിന്നെ അപ്പോൾ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് അപ്പോയിൻമെൻറ്റ് പേപ്പറാണ് നിങ്ങളുടെ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഈ കാര്യം ഉറപ്പായിട്ടില്ല, കാരണം ഞാൻ ഇതുവരെ ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്ററിൽ പോയിട്ടില്ല. പക്ഷേ ഞാൻ പല വീഡിയോസിൽ കണ്ടിരുന്നു പറഞ്ഞാൽ ചില ഡ്രൈവിംഗ് സെൻറ്ററിൽ അവർ അവരുടെ കാറ് തരും, പക്ഷേ അതിനവർ ചാർജസ് ചെയ്യും. 355 അല്ലെങ്കിൽ 400 രൂപയോ എങ്ങാണ്ട് അവർ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സെൻറ്ററിൽ ഇല്ലയെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ലോയിൻ്റെ വണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ള് ആളുടെ ഒപ്പം ഇരുന്നിട്ട് ഫുള്ള് പ്രാക്ടീസും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിലുള്ള ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ റോഡിലാണ് ഓടിച്ചത്. അപ്പോൾ അത് മാനുവലാണ്. അപ്പോൾ ഞാൻ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ലൈസൻസ് എടുക്കാനുള്ള പരിപാടിയാണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാം. ഓട്ടോമാറ്റിക് എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മാനുവൽ ഓടിക്കാൻ പറ്റൂല. ഓക്കെ, ഇനി ഉള്ള പേപ്പേഴ്സ് ഇത് അഡീഷണൽ പേപ്പേഴ്സാണ് നമ്മൾക്ക് കയ്യിൽ വെക്കണത്. ഓക്കെ, നമ്മുടെ ഇൻഷുറൻസ്, വണ്ടിയുടെ ഇൻഷുറൻസ് ഉള്ളത് അത് കയ്യിൽ വെച്ചോ. നമ്മുടെ 2 വീലറിൽ ചോദിക്കുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ചോദിച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും. ഓക്കെ, പിന്നെ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്. പാൻ കാർഡ് എന്തുകൊണ്ട്? പാൻ കാർഡ്, പിന്നെ പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി നിങ്ങൾ വയ്ക്കുക, അല്ലെങ്കിൽ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് കോപ്പി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രൂഫ് ചെക്ക് ചെയ്യും. രണ്ടാമത്തത് നിങ്ങളുടെ ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ചെക്ക് ചെയ്യും. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം, വിച്ച് ഈസ് എ വാലിഡ് പ്രൂഫ് ഇൻ പ്ലേസ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡും ഉപയോഗിക്കാം, വിച്ച് ഈസ് ഓൾസോ valid to give and deposit there as your proof of birth ഉള്ളത്. ഓക്കെ, പിന്നെ ആധാർ കാർഡ് പ്രൂഫ് ഓഫ് നിങ്ങളുടെ അഡ്രസ്സിൻ്റെയാണ് ആധാർ കാർഡിൻ്റെ ഇത് വേണ്ടത് നമ്മൾക്ക്. അപ്പോൾ ആധാറും പാൻ കാർഡും വയ്ക്കുക. ഞാൻ അഡീഷണലായിട്ട് എൻ്റെ പാസ്പോർട്ട് കോപ്പി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ വയ്ക്കാം. ഇനി വരുന്നതിന് ഇവിടെയാണ് ഞാൻ പെട്ടുപോയത്. ഇവിടെ പെട്ടുപോകാൻ കാരണം എന്ന് പറഞ്ഞാൽ I am 40 and above. So I am 50. ഇപ്പോൾ ഞാൻ 50. അപ്പോൾ 40 and above ഉള്ള ആൾക്കാർക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. യു ഗെറ്റ് മീ? അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാരണം വൈകുന്നേരം 5-6 മണിക്ക് എനിക്കിത് സംഭവം മനസ്സിലായത് ഇങ്ങനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അത് കാരണം ഫുള്ള് വെപ്രളായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, ഓരോരോ ക്ലിനിക്ക്. കാരണം 7 മണി 8 മണിയാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്ലിനിക്കും ഇതൊക്കെ ക്ലോസ് ചെയ്യും. പിന്നെ ഈ സർട്ടിഫിക്കറ്റിൽ എനിക്ക് നാളെ പോകാനും പറ്റില്ല, അവർ സമ്മതിക്കൂല. സോ 40 and above ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഈ ഫോമിൻ്റെ പേരാണ് ഫോം 1A. ഇത് നമ്മൾ ഓൺലൈനിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോം 1A ഫോർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഫോം ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളോട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആകെ എഴുതേണ്ടത് നിങ്ങളുടെ പേരും
പിന്നെ സൺ ഓഫോ വൈഫ് ഓഫോ ഡോട്ടർ ഓഫോ പിന്നെ പെർമനൻറ്റ് അഡ്രസ്സും. ഈ 3 മാത്രം ഫില്ല് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് എല്ലാതും ഞാൻ ഫില്ല് ചെയ്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി. ആ ഡോക്ടർ ഇത് റിജക്റ്റ് ചെയ്തു. പിന്നെയും എനിക്ക് തിരിച്ചു പോയിട്ട് ഈ ഫോം 1 എനിക്ക് പിന്നെയും പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടി വന്നു. പിന്നെ അതിൽ എന്നോട് ആളുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് എഴുതുക, ഫാദറിൻ്റെ പേര് എഴുതുക, പെർമനൻറ്റ് അഡ്രസ്സ്, നമ്മുടെ നാട്ടിലെ പെർമനൻറ്റ് അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി, ദാറ്റ്സ് ഇറ്റ്. ബാക്കി ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ അവർ നോക്കും. അപ്പോൾ എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ബ്ലാക്ക് മോൾ എൻ്റെ ലെഫ്റ്റ് ആമിലുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത് എൻ്റെ ചെറുപ്പത്തിൽ വീണ ഒരു ഇതുണ്ട്, അതിൻ്റെ മാർക്കുണ്ട്, അതെടുത്തു. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്കാർ ഉണ്ടായിരുന്നു വൈറ്റ്, അത് പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഈ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഡോക്ടറിൻ്റെ ടെർമിനോളജിയിൽ അവർ ഇവിടെ എഴുതും. അതാണ് ഇവർക്ക് ഈ മെഡിക്കലിനുള്ള പ്രൂഫ്. പിന്നെ അവർ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഐ ടെസ്റ്റ് ചെയ്തു ഡോക്ടർ. എന്ന് വെച്ചാൽ ഐ ടെസ്റ്റ് നമ്മൾ ABCD എന്നൊക്കെ വായിക്കില്ലേ ലെറ്റേഴ്സ്. അപ്പോൾ വലിയ ലെറ്റർ മുതൽ ചെറിയ ലെറ്റർ വരെ ഒരു കണ്ണ് മൂടിയിട്ട് മറ്റേ രണ്ടാമത്തെ കണ്ണ് മൂടിയിട്ട് അവർ ഫുള്ള് വായിക്കാൻ പറഞ്ഞു. വായിച്ച് അത് നമ്മൾ പാസ്സായി. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡോക്ടർ ഇത് ഫുള്ള് ഫില്ലപ്പ് ചെയ്യണം. ഡോക്ടർ അപ്ലിക്കൻ ഗ്ലാസ് ഉണ്ടോ, നല്ല വിഷൻ നല്ലതാണോ, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ, അപ്പോൾ ആ ടെസ്റ്റും വരെ അവർ ചെയ്തു. അപ്പോൾ അതൊക്കെ യെസ് നോ എന്നൊക്കെ ആൾ ചെയ്തിട്ട് പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണ്, അപ്പോൾ B പോസിറ്റീവാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ആൾ അത് എഴുതിയിട്ടുണ്ട്. ഉറപ്പില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് ഉറപ്പാണ്, B പോസിറ്റീവാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് അയച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ ഒരു ഫോട്ടോഗ്രാഫും വേണം അതിന്. അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർ ഒട്ടിക്കൊന്നുമില്ല, നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ആളുടെ എൻ്റെ സ്റ്റാമ്പ് അടിച്ചു. അതിൽ എഴുതിയിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്പർ MCI. ആ രജിസ്ട്രേഷൻ ആക്ച്വലി സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിരിക്കണം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയ ആൾക്കാർക്ക് മാത്രമേ ഇത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ പല ക്ലിനിക്കിലും ഹോസ്പിറ്റലിലും ഉണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇതും കഴിഞ്ഞു, എന്ന് വെച്ചാൽ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കഴിഞ്ഞു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് കേരളത്തിലാണ്, പക്ഷെ ഞാൻ ഇവിടെ താമസിക്കുന്നത് ഡൽഹിയിൽ. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റെൻറ്റ് അഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റെൻറ്റ് അഗ്രിമെൻറ്റ്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങളത് വെച്ചോ. പറയാൻ പറ്റില്ല എപ്പോഴാണ് ചോദിക്കുക, എന്താണെന്ന് പറയാൻ പറ്റില്ല, അതും കൂടി എക്സ്ട്രാ വെച്ചോ. ഇതൊക്കെ കൊണ്ടുപോയിട്ട് എനിക്ക് നാളെ ഇനി പറയാൻ പറ്റില്ല അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് എന്നാണ്. പക്ഷേ ഇപ്പോൾ ടിൽ നൗ ഇപ്പോൾ സമയത്തിന് ഓൾമോസ്റ്റ് ഇത് 1:15 ആവാറായി. ഞാൻ ഇതൊക്കെ ആകെ ഇതായിട്ട് ടെൻഷനായിട്ട് ഇപ്പോഴൊരു ഞാൻ ഡ്രൈവിംഗ് പഠിക്കായിരുന്നു. എൻ്റെ കയ്യിൽ വണ്ടിയൊന്നുമില്ല, ബൈക്കൊക്കെ ഐ എം കോൺഫിഡൻറ്റ്. പക്ഷേ കാറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബ്രദർ ഇൻ ലോൻ്റെ വണ്ടി എടുത്തിട്ട് പോയി ഇന്ന് കുറച്ചൊക്കെ ഓടിച്ചു. പക്ഷേ അവിടെ പലതും ഉണ്ട്. 8 വരയ്ക്കണം, പിന്നെ S ഉണ്ട്, S കർവ് ഉണ്ട്, ബാക്ക് ഉണ്ട്, റാമ്പ് ഉണ്ട്, അങ്ങനെ പലതും. അപ്പോൾ നാളെ ചെന്നാലും നമ്മൾക്ക് അറിയുള്ളൂ. ഞാൻ 30 കൊല്ലം വണ്ടി ഓടിക്കുന്നത്, പക്ഷേ പറയാൻ പറ്റില്ല. യു നെവർ നോ. കാരണം ഇവിടുത്തെ ടെസ്റ്റ് വേറെതാണ്. പിന്നെ ഒന്നാമത്തത് ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡാണ് നാട്ടിൽ ദുബായിൽ ഓടിച്ചിരുന്നത് കുറേ നാളായിട്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ നിന്ന് ഓടിച്ചപ്പോൾ കുറച്ച് ഓക്കെ ആയിരുന്നു. ബിക്കോസ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 6 മാസമായിട്ട് ബൈക്ക് ഓടിക്കണോണ്ട്, ഇന്ത്യൻ റൂട്ട്സിൽ ബൈക്ക് ഓടിക്കണോണ്ട് ഇപ്പോൾ എനിക്ക് റൈറ്റും ലെഫ്റ്റിൻ്റെ അതിൻ്റെ അധികം വ്യത്യാസം വരില്ല. പക്ഷേ കാർ ഓടിച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പ്രശ്നം വന്നു. ഇൻഡിക്കേറ്റർ ഇടുന്നതിന് പകരം ഞാൻ വൈസർ ഇട്ടു. അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ ഈ കൈ റൈറ്റിലേക്ക് പോകുന്നുണ്ടായിരുന്നു, കാരണം ഗിയർ റൈറ്റിലായിരുന്നു വരുന്നത്, അപ്പോൾ എൻ്റെ ലെഫ്റ്റിലായിരുന്നു ഗിയർ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷേ അത് ഒരു 5-15 മിനിറ്റ് ഞാൻ ഓടിച്ചപ്പോൾ അത് ശരിയായി. പിന്നെ ലാസ്റ്റ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഓക്കെ ഇതും കൂടി വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് നേരെ എൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ രജിസ്ട്രേഷൻ്റെ കാർഡ് ഉണ്ടായിരുന്നു, ആ കാർഡ് ചെന്നിട്ട് എൻ്റെ അത് ഞാൻ മറന്നു ആക്ച്വലി. എന്നിട്ട് ഞാൻ മേടിച്ച ഷോറൂമിൽ നിന്ന് തന്നെ അവർ തരേണ്ടതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു എനിക്ക് എൻ്റെ കാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരെനിക്ക് എൻ്റെ കാർഡ് എത്തിയിട്ടുണ്ടായിരുന്നു. താങ്ക്ഫുള്ളി അവരെ കാർഡ് തന്നു. അതിൻ്റെയും കോപ്പിയും കൂടിയും എടുത്തിട്ടാണ് നാളെ ഞാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് മറക്കരുത്, നമ്മൾ സാധാരണ മറക്കാറുള്ളതാണ്. പക്ഷേ അഡീഷണലായിട്ട് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചോ. പറയാൻ പറ്റൂല, അവരങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് കണ്ട. ഞാൻ ചെന്നിട്ട് ഒരു 5 കോപ്പി എടുത്തു. എനിക്കറിയാം മാക്സിമം ഒരു 3-4 ചിലപ്പോൾ എടുക്കും, പക്ഷേ 5 കോപ്പി എടുത്തു. അപ്പോൾ എൻ്റെ ഒരെണ്ണം ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഉപയോഗിച്ചു. എന്നാലും എൻ്റെ 4 ഫോട്ടോ ഉണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് പാസ്പോർട്ട് കോപ്പി ഫോട്ടോഗ്രാഫ്സും കയ്യിൽ വെച്ചോ. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എപ്പോഴും നമ്മൾ പേഴ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ എപ്പോഴും യാവിൻ്റെയും എൻ്റെ വൈഫിൻ്റെയും ഒക്കെ ഞാൻ എൻ്റെ പേഴ്സിൽ വയ്ക്കുക. പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നില്ല. എൻ്റേത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം
ബൈക്ക് മേടിക്കാൻ പോയപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് കൊടുത്തു. അന്ന് പെട്ടെന്ന് തന്നെ അവർ ലോൺ ഇതൊക്കെ പാസ്സാക്കിയോണ്ട് എനിക്ക് അന്ന് തന്നെ ബൈക്ക് കിട്ടി. കാരണം എന്താ, ഫോട്ടോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. അപ്പോൾ എപ്പോഴും പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും കൂടി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. കാരണം ഞാൻ വിചാരിച്ചു ഇൻഫർമേഷൻ തരണം. എനിക്ക് അധികം ഒന്നും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ സംഭവത്തിന് റെഡി ആവണം. നാളെ എനിക്കൊരു ചെറിയൊരു സ്ട്രെസ് ഉണ്ട്. കാരണം നമ്മൾക്കറിയാലോ, ഇത് ഡ്രൈവിംഗ് ആണ്. എത്ര ഇതായാലും ശരി, നമ്മൾ എത്ര വലിയ ദുബായിൽ ഓടിച്ചാലും ശരി, എവിടെ ഓടിച്ചാലും ശരി, നമ്മൾ ലാസ്റ്റിൽ വരുന്നത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാലും ഏത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാലും നമുക്കൊരു ചെറിയ പേടി ഉണ്ടാവും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഭക്ഷണം ചൂടാക്കി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നല്ല ഉറങ്ങാൻ പോകുന്നു. നാളെ രാവിലെ തന്നെ ഞാൻ നേരത്തെ പോകുന്നു. ഒരു 1-1.5 മണിക്കൂർ മുമ്പ് നേരത്തെ പോകും. ബ്രദറിനോ നേരെ വരും അവിടെ. എന്നിട്ട് അവിടെ നിന്ന് അയാളുടെ വണ്ടി എടുത്തിട്ട്, പിന്നെ വണ്ടികളിൽ എല്ല് ഒട്ടിക്കണം, റെഡ് കളർ എല്ല് ഫ്രണ്ടും ബാക്കിലും ഒട്ടിക്കണം. അതും മറക്കരുത്. നിങ്ങളുടെ വണ്ടി കൊണ്ടുപോകണതാണ് നല്ലത്. എപ്പോഴും അതിൽ എല്ല് ഫ്രണ്ടും ബാക്കിലും ഒട്ടിക്കണം നല്ലത്. അവർ വണ്ടി തരുന്ന വെച്ചാൽ അത്രയും നല്ലത്. എന്നാലും നമ്മളുടെ വണ്ടി കൊണ്ടുപോകണമാണ് എപ്പോഴും നല്ലത്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കാരണം വെറുതെ ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ആ ഡേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെയും ഒരു ഡേറ്റിന് വെയിറ്റ് ചെയ്യുക, അതൊക്കെ ഒരു തലവേദനയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് മൈ ദിസ് വ്ളോഗ്. കുറച്ച് ഇൻഫോർമേഷൻ ആയിരുന്നു. ഇത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഐ വിൽ ബി സോ ഹാപ്പി ദാറ്റ് ഇറ്റ് ഹെൽപ്പ് സമ്മൺ. അപ്പോൾ ഐ തോട്ട് ഐ ജസ്റ്റ് ഷെയർ വാട്ട് ഐ ഹാവ് ഗോൺ ത്രൂ, ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ദിസ്. സോ എനിബഡി ഹു ഈസ് അപ്ലൈയിങ് ഡ്രൈവിംഗ് ലൈസൻസ് ഫ്രം ഡൽഹി, ദിസ് ഈസ് ദ പ്രൊസീജിയർ, ദീസ് ആർ ദി തിങ്സ്. ഇനി ബാക്കിയുള്ള കാര്യം നാളെ അവിടെ ചെന്നിട്ട്, കാരണം അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പ്രൊസീജിയറൊക്കെ എന്താണ്, ഈ പേപ്പേഴ്സൊക്കെ നമുക്ക് വേണ്ടി വന്നത് ശരിയായോ ഇല്ലയോ, ഞാനൊരു പ്രോസസ്സായിട്ട് അങ്ങോട്ട് എഴുതാം. അപ്പോൾ ഇത് പാർട്ട് 1 of 2 എന്ന് ഇടാം, നാളെ 2 of 2 എന്ന് ഇടാം. അപ്പോൾ അത് കണക്റ്റ് ആയിക്കോട്ടെ. ആൾക്കാർ പിന്നെ നോക്കി ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നത് പലർക്കും ഹൂ ഹാവ് കം ഫ്രം കേരള ടു ഡൽഹി ആൻഡ് ദേ ആർ പ്ലാനിങ് ഓർ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, ദേ ആർ ട്രൈങ് ടു അപ്ലൈ ഫോർ എ ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.